ഹായ്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റി വേദന അനുഭവിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷനാണിത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് വളരെ അധികമായി കാണുന്നത്, അതും 30-50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളിൽ. എന്താണ് ഇതിനുള്ള കാരണം? നമ്മുടെ പാദത്തിനുള്ള ഫുട്ട് ആർച്ച് എന്ന് പറയുന്നത്, അതായത് ഒരു വളവ്, ആ ഘടനയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഏജ് ഒരു ഫാക്ടറാണ്. പ്രായം കൂടുന്നതനുസരിച്ച് ആർത്രൈറ്റിസ് ചേഞ്ചസ് ഉണ്ടാകുന്നതുകൊണ്ട് വരാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ, നമുക്ക് ശരീരഭാരം കൂടുന്നതനുസരിച്ച് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇല്ലെങ്കിൽ ഒരുപാട് നേരം ഓടേണ്ടി വരിക അല്ലെങ്കിൽ നടക്കേണ്ടി വരിക, അത് ഉപ്പൂറ്റിക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതും ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന കണ്ടീഷൻ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് പാദത്തിലുള്ള ഫേഷ്യ എന്ന സ്ട്രക്ചറിന് നീരടിക്കുകയും അത് ക്രമേണ വേദന ഉണ്ടാക്കുകയും ചെയ്യുകയാണ് പ്ലാന്റാർ ഫേഷ്യേറ്റീസിൽ ചെയ്യുക. അത് നമുക്ക് വളരെ ഫലപ്രദമായ ആയുർവേദ ചികിത്സകൾ ലഭ്യമാണ്. ധാര, കിഴി, ലേപനം, അതേപോലെ അഗ്നികർമ്മം പറഞ്ഞ ചികിത്സകൾ ഇതിന് വളരെയധികം ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഇതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഫേഷ്യയ്ക്ക് വരുന്ന ഇൻഫ്ലമേഷനും പെയിനും കുറയാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും എക്സസൈസാണ്, സ്ട്രെച്ചിങ് എക്സസൈസാണ് ചെയ്യുക. അതായത് നമ്മുടെ പാദത്തിൻ്റെ 1/3 ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഒരു സ്റ്റെപ്പിൽ ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കുക. നിന്നതിന് ശേഷം പതുക്കെ ഉയർന്നു പൊങ്ങി ഒരു 2 തൊട്ട് 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക പൊസിഷൻ. അവിടുന്ന് ക്രമേണ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ഇതൊരു 8 തവണ അല്ലെങ്കിൽ ഒരു 10 തവണ വെച്ചിട്ട് 3 അല്ലെങ്കിൽ 5 സെറ്റ് വീതം ദിവസേന ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം എടുക്കുക, അത് ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്തതിന് ശേഷം അത് ഒരു നിലത്ത് ഒരു മാറ്റിലോ അല്ലെങ്കിൽ ടവലിലോ വെച്ചതിന് ശേഷം പാദം അതിന് മുകളിൽ ഒരു മോഡറേറ്റ് പ്രഷർ കൊടുത്തിട്ട് റോൾ ചെയ്യുക. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും റോൾ ചെയ്യുക. ഇതൊരു ദിവസം 4-5 തവണ ചെയ്യുക. പിന്നെ വേറൊന്ന്, നമുക്ക് മസാജിങ് കൊടുക്കുക. ഡീപ്പായിട്ട് നമ്മൾ പാദം നമുക്ക് സ്വയമേ ചെയ്യാവുന്നതേ ഉള്ളൂ. പാദം നമ്മൾ കൈകൊണ്ട് കുറച്ച് ഡീപ്പായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതും ഈ ഫേഷ്യയുടെ ടെൻഷൻ റിലീവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ടിപ്പുകൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പൂർണ്ണമായൊരു ഫലം ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ടുന്ന ഫലപ്രദമായ ചികിത്സ എടുക്കേണ്ടതാണ്.